കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ദുരന്തർ ഇറങ്ങിയപ്പോൾ എൻ്റെ റിവ്യൂ ആ സിനിമയ്ക്ക് അങ്ങനെ അനുകൂലമായിരുന്നില്ല. പടത്തിന്റെ ക്രാഫ്റ്റ് എന്നതിനേക്കാൾ വെറുപ്പിലേക്ക് ഊന്നിക്കൊണ്ടുള്ള അതിന്റെ ഒരു പൊളിറ്റിക്സ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രശ്നമായിട്ട് തോന്നിയത്. എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നത് പോലെ തന്നെ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിനോടുള്ള ആളുകളുടെ പൊതുവായ പ്രതികരണം കുറച്ച് കടുത്ത ഭാഷയിൽ തന്നെയായിരുന്നു. ദുരന്തർ എന്ന സിനിമ ഓരോരുത്തരുടെയും ദേശസ്നേഹം അളക്കാനുള്ള അളവുകോലായിട്ട് വരെ പലരും ഉപയോഗിച്ചു. വളരെ എനർജിയുള്ള എഡിറ്റ് പാറ്റേണുകളും അങ്ങേയറ്റം വയലൻസ് ഉള്ള ആക്ഷൻ ബ്ലോക്കുകളും മ്യൂസിക്കും പിന്നെ ഗ്രീൻ സ്ക്രീൻ ഒരുപാട് ഉപയോഗിക്കാത്ത തരം വിഷ്വൽ എഫക്ട്സും എല്ലാം കൂടി പൊതുവെ പൊളിറ്റിക്കലായിട്ട് ന്യൂട്രൽ എന്ന് പറയുന്ന ആളുകളുടെ ഗുഡ് ബുക്കിൽ കയറിപ്പറ്റാൻ ഈ സിനിമയെ സഹായിച്ചിട്ടുണ്ട്. പൊളിറ്റിക്സ് സെക്കൻഡറി ആണ്. ലേശം വെറുപ്പ് തോന്നിപ്പിക്കുന്ന പരിപാടിയും അടിപൊളിയായിട്ട് അവതരിപ്പിച്ചാൽ കൈയടിക്കണമെന്നാണ് നിങ്ങളുടെ സ്റ്റാൻഡെങ്കിൽ നിങ്ങളെ തീർച്ചയായും തൃപ്തിപ്പെടുത്താൻ ദുരന്തറിന്റെ രണ്ടാം ഭാഗത്തിന് സാധിക്കും. സോഫ്റ്റ് പ്രൊപ്പഗണ്ട ആണെങ്കിലും രസകരമായിട്ട് കാണാൻ പറ്റുന്ന സിനിമയാണ് എന്ന് പറയുന്ന ഒരു വിഭാഗവും ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഏതായാലും എല്ലാവരുടെയും അപ്രൂവൽ ആദിത്യ ധറിന് നല്ല ആത്മവിശ്വാസം കൊടുത്തിട്ടുണ്ട്. ഇത്തവണ പ്രൊപ്പഗണ്ട അത്ര സോഫ്റ്റ് ഒന്നുമല്ല. നമ്മുടെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ജസ്കീരത് സിംഗ് റാങ്കിയുടെ ഭൂതകാലത്തിലേക്കാണ് തുടക്കത്തിൽ സിനിമ പോകുന്നത്. തന്റെ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടി അയാൾ ചെയ്യുന്നത് അയാളെ ജയിലിൽ എത്തിക്കുകയും അവിടെ വെച്ചാണ് അജയ് സാന്യാൽ അയാളിൽ ഒരു പൊട്ടൻഷ്യൽ കാണുന്നതും. പിന്നെ പ്രസന്റ് ടൈം ലൈനിൽ റഹ്മാൻ ഡക്കയത്തിന്റെ മരണത്തിന് ശേഷം ലയാരിയുടെ മെയിൻ ആളായിട്ട് ഹംസ എങ്ങനെ മാറുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ഇതൊരു കമേഴ്ഷ്യൽ ഫാന്റസി ത്രില്ലറാണ്. അതിൽ അവർ സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കുന്നത് ഒരു ഇന്ത്യൻ സ്പൈ പാകിസ്ഥാനിൽ പോയി അവിടുത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളുകളുടെ വിശ്വാസം നേടിയെടുത്ത് ഇന്ത്യക്കെതിരെ ചിന്തിച്ച പ്രവർത്തിച്ച എല്ലാവരെയും ഇല്ലാതാക്കി എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. വളരെ സിനിമാറ്റിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹീറോയിക് പരിപാടിക്കുള്ള എല്ലാ സംഗതിയും ഇതിലുണ്ട്. പക്ഷേ ഈ കോൺസെപ്റ്റിന്റെ അകത്തേക്ക് ഡ്രാമ അധികം കൊണ്ടുവരാൻ ആദിത്യ ധറിന് അധികം താല്പര്യമില്ല. കൺവെൻഷണൽ അല്ലാത്ത ചില മേക്കിംഗ് ചോയ്സുകളാണ് പുള്ളിയുടെ ഫിലിം മേക്കിങ്ങിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ഏറ്റവും എവിഡൻ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം പുള്ളിയുടെ മ്യൂസിക് ചോയ്സ് ആണ്. കൺവെൻഷണൽ ആയിട്ടുള്ള ബീറ്റുകളൊന്നുമല്ല പുള്ളി പാട്ടുകളിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തത അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്നാമത്തെ ദുരന്തറിലെ യൂട്യൂബ് റൂട്ടസ് ചാപ്റ്ററും രണ്ടാം ഭാഗത്തിലെ ഇന്റർവെൽ ബ്ലോക്കും എല്ലാം സാമാന്യം ഡ്രമാറ്റിക് ആയിട്ടുള്ള നല്ല മൊമെന്റുകളാണെങ്കിലും അതിനേക്കാൾ ആദിത്യ ധർ പ്രാധാന്യം കൊടുക്കുന്നത് വിഷ്വലി റിച്ച് ആയിട്ട് തോന്നുന്ന കൊറിയോഗ്രാഫിക്കും വയലൻസിനും ഒക്കെയാണ്. രാഷ്ട്രീയത്തിലേക്കൊന്നും കടന്നു ചിന്തിക്കാത്ത സാധാരണക്കാരനെ കൈയടിപ്പിക്കുക എന്നത് തന്നെയാണ് പുള്ളിയുടെ ലക്ഷ്യം. ഇപ്പോൾ എല്ലാം സഹിച്ചു നിൽക്കാം, ഭാവിയിൽ നല്ലൊരു ഗവൺമെന്റ് വരുമ്പോൾ നമുക്ക് തിരിച്ച് പാകിസ്ഥാന് പണിയെടുക്കാമെന്നൊക്കെ മാധവൻ അവതരിപ്പിക്കുന്ന അജയ് സാന്യാൽ എന്ന കഥാപാത്രം പറയുന്ന സംഗതിയൊക്കെ ശരിക്കും ഒരുതരം ഭരിക്കുന്ന പാർട്ടിയെ സുഖിപ്പിക്കുന്ന ഡയലോഗുകളായിരുന്നു. പിന്നെ അതിൽ ഫേക്ക് കറൻസി പാകിസ്ഥാൻ ഉണ്ടാക്കുന്നതിനെ പറ്റി പറയുന്നത് വേറെ ഒരു കാര്യത്തിലേക്കുള്ള സെറ്റപ്പായിരുന്നു. ഇതെല്ലാം ഒരു ഒളിച്ചുകടത്തൽ ലെവലിലാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ നല്ല വെളിച്ചത്തിൽ തന്നെയാണ് കടത്തുന്നത്. ഇനി അങ്ങോട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ സ്പോയിലർ ഉണ്ടാകും. ഈ പടത്തിൽ 2 സ്ഥലങ്ങളിൽ സാക്ഷാൽ നരേന്ദ്രമോദിയുടെ ഫൂട്ടേജുകൾ കാണിക്കുന്നുണ്ട്. ആദ്യത്തേത് അദ്ദേഹം 2014 സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ്. ISI ഉദ്യോഗസ്ഥനായ മേജർ ഇക്ബാലിനോട് അത് കാണുന്ന അയാളുടെ അച്ഛൻ അയാളെ പരിഹസിക്കുന്നുണ്ട്. ഇത്തവണയും നിങ്ങളുടെ ആളുകൾ, അതായത് കോൺഗ്രസ് തന്നെ വരും എന്ന് പറഞ്ഞിട്ട് അത് നടന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പരിഹാസം. രണ്ടാമത് നരേന്ദ്രമോദിയെ കാണിക്കുന്നത് നോട്ട് നിരോധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് നമ്മുടെ ഹംസയ്ക്ക് വിവരം ലഭിക്കുകയാണ് UP ഇലക്ഷന് മുന്നോടിയായിട്ട് വലിയൊരു സംഖ്യ വ്യാജ കറൻസി വരുന്നുണ്ട്. ഉത്തർപ്രദേശിനെ നല്ല ഭാവിയിലേക്ക് നയിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെയാണത്രേ നമ്മളൊക്കെ ക്യൂവിൽ നിന്ന വിഖ്യാതമായ നോട്ട് നിരോധനം സംഭവിച്ചത്. വെറുതെ തെറ്റിദ്ധരിച്ചു. ചായവാല നമ്മളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഉത്തർപ്രദേശിലെ മോശം മുസ്ലിം വിഷമിക്കുന്നത് കാണിക്കാൻ സിനിമ മറക്കുന്നില്ല. സോപ്പിട്ട് പതപ്പിക്കൽ പരിപാടിയുടെ മറ്റൊരു വർഷം കാണുന്നത് ഒരു പ്രശസ്തനായ ടെററിസ്റ്റ് രാമജന്മഭൂമി വിധി കേട്ടിട്ട് ഹോസ്പിറ്റലിൽ നെഞ്ചുപൊട്ടി ചാകാൻ പോകുന്നത് കാണിച്ചിട്ടാണ്. ക്ലൈമാക്സിന് അടുത്തുള്ള ഒരു ഭാഗത്ത് കുറെ LPG സിലിണ്ടറുകൾ പ്ലാൻ ചെയ്ത് പൊട്ടിക്കുന്നുണ്ട്. ഇങ്ങനെ ബാക്ക് ടു ബാക്ക് അല്ലാതെ അടുത്ത കൊല്ലം എങ്ങാനും ആയിരുന്നു ദുരന്തറിന് രണ്ടാം ഭാഗം വന്നതെങ്കിൽ ഒരുപക്ഷെ നിലവിലുള്ള LPG ക്ഷാമവും മാസ്റ്റർ സ്ട്രോക്ക് ആണെന്ന് വന്നേനെ. കേന്ദ്ര കഥാപാത്രത്തിന്റെ വൾണറബിൾ ആയിട്ടുള്ള ഭാഗവും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഭാഗവും ഇത്തവണ കാണാൻ കിട്ടുന്നുണ്ട്. രണ്ടും രൺവീർ സിംഗ് നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ശരീരഭാഷയിലൂടെയും വോയിസ് മോഡുലേഷനിലൂടെയും ഫിസിക്കലായിട്ടും ഇമോഷണലായിട്ടും ആ ക്യാരക്ടറായിട്ട് പുള്ളി ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അർജുൻ രാംപാൽ അവതരിപ്പിക്കുന്ന മേജർ ഇക്ബാൽ എന്ന കഥാപാത്രത്തിന് ഇത്തവണ കുറച്ചുകൂടെ പ്രാധാന്യമുണ്ട്. തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ആ ഒരു കഥാപാത്രത്തിന് ഒരു പേടിപ്പെടുത്തുന്ന ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ പുള്ളിക്ക് സാധിക്കുന്നുണ്ട്. സഞ്ജയ് ദത്ത് അവതരിപ്പിക്കുന്ന SP ചൗധരി എന്ന കഥാപാത്രം ഏറെക്കുറെ ഒരു കോമഡി ക്യാരക്ടറിനെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ച് സീനുകളിൽ മാത്രമേ ഉള്ളൂവെങ്കിലും R മാധവനെ ഏൽപ്പിച്ച കഥാപാത്രത്തെ പുള്ളി വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സാനിയ അർജുന്റെ കാസ്റ്റിംഗ് ഒന്നാം ദുരന്തർ വന്നപ്പോൾ ചർച്ചയായതാണ്. രൺവീറും സാനിയയും തമ്മിലുള്ള പ്രായ വ്യത്യാസമായിരുന്നു ഇതിന് കാരണം. അതിനുള്ള ഒരു വ്യക്തമായ റീസൺ രണ്ടാം ഭാഗത്തിൽ കിട്ടുമെന്ന് ആരോ പറഞ്ഞതായിട്ട് വാർത്തയിൽ കണ്ടിരുന്നു. സാനിയയെ ഒരു അമ്മയായിട്ട് കാണിക്കുന്നത് എങ്ങനെയാണ് റീസൺ ആവുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഒന്നാം സിനിമയിലെ പോലെ തന്നെ ഇതിലും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് വന്നത് രാകേഷ് ബേഡിയിൽ നിന്നാണ്. സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്ന പല സീനുകളിലും പുള്ളി ഉണ്ടായിരുന്നു. 2 പാർട്ടുകളിലൂടെ ആയിട്ട് അവതരിപ്പിക്കുന്ന ഇതിലെ കഥ നോക്കുകയാണെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ലീനിയർ ആയിട്ടുള്ള സ്റ്റോറി ഐഡിയ തന്നെയാണ്.
തിരക്കഥയുടെ ഒരു സ്ട്രക്ചറാണ് ഒരർത്ഥത്തിൽ ദുരന്തറിന് ഒരു പുതുമ കുറച്ചെങ്കിൽ കൊടുക്കുന്നത്. ഇതിന്റെ എഡിറ്ററായിട്ടുള്ള ശിവകുമാർ പണിക്കരെയും ട്രെയിലർ എഡിറ്ററായിട്ടുള്ള ഓജസ് ഗൗതമിനെയും അഡീഷണൽ സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ് എന്ന രീതിയിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ എഡിറ്റിംഗ് ടേബിളിൽ വെച്ച് സിനിമയുടെ സ്ട്രക്ചർ അവർ മാറ്റിയതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു ക്രെഡിറ്റ് കൊടുത്തത്. വളരെ റസ്റ്റിക് ആയിട്ടുള്ള കളർ പാലറ്റാണ് സിനിമാറ്റോഗ്രാഫി ഫോളോ ചെയ്യുന്നത്. ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഷോട്ടുകളും ചില സീനുകളിലെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളറുകളും എല്ലാം ഒരു ഡ്രാമയുടെ ലെയർ ഈ ബേസിക് കോൺസെപ്റ്റിന് കൊടുക്കുന്നുണ്ട്. യഷ് രാജിന്റെ സ്പൈ യൂണിവേഴ്സിലെ വിഷ്വൽ എഫക്ട്സുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ മെച്ചപ്പെട്ട CGI ആണ് ഈ പടത്തിലുള്ളത്. ഹീറോയ്ക്കുമാണ് ഫണ്ണിയുമാണ് എന്ന ലെവലിലുള്ള 1-2 മൊമെന്റുകൾ ഈ പടത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഈ കഥാപാത്രത്തിന്റെ ജേണി നോക്കുമ്പോൾ ഏറ്റവും അവസാനം വരുന്ന ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യുന്ന മൊമെന്റിനും ചെറിയൊരു ആഴം നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ മുളച്ചു നിൽക്കുന്ന വൈറ്റ് വാഷിംഗ് എലമെന്റുകൾ ഇത്തരത്തിലുള്ള കുറച്ച് നല്ല മൊമെന്റുകളുടെ ഇമ്പാക്ട് നല്ല രീതിയിൽ ഇല്ലാതാക്കുന്നുണ്ട്. പാകിസ്ഥാനിലും ഇന്ത്യയിലും ജീവിച്ചിരുന്ന പല റിയൽ ആളുകളെയും അതേ പേരിൽ കാണിക്കുന്ന ഒരു ഫിക്ഷണൽ സിനിമയാണ് ദുരന്തർ ദ റിവെഞ്ച്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ എന്നതിനെ ഹിന്ദു വേഴ്സസ് മുസ്ലിം എന്ന് ഉറപ്പിക്കാൻ സിനിമ വെർബലി ശ്രമിക്കുന്നുണ്ട്. ബ്രൂട്ടലായിട്ട് വയലൻസ് കാണിക്കുന്നതും സാങ്കേതികമായിട്ടുള്ള ഒരു മേൽക്കൈയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വെറുപ്പിലൂന്നിയ രാഷ്ട്രീയം ആളുകളുടെ ശ്രദ്ധയിൽ അധികം പെടാതെ അവതരിപ്പിക്കുന്നു എന്നതാണ് ആദിത്യ ധറിന്റെ കഴിവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിവേക് അഗ്നിഹോത്രിയും വിപുൽ അമൃതലാൽ ഷായും ഇദ്ദേഹത്തിന്റെ ഫിലിം മേക്കിംഗ് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്